എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും, എല്ലാ നല്ലവരായ ഇൻവെസ്റ്റേഴ്സിനും, എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോ ജുൻചുൻവാലയുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയുടെ വേറൊരു സീരീസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആരും പെർഫെക്റ്റ് അല്ല. കുറവുകളും കുറ്റങ്ങളും എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും തെറ്റുകൾ പറ്റും. തൻ്റെ കുറവുകൾ മറച്ചു വയ്ക്കാൻ ജുൻചുൻവാല ഒരിക്കലും ശ്രമിച്ചില്ല. പകരം ആ തെറ്റുകൾ തനിക്കും മറ്റുള്ളവർക്കും പാഠമാകാൻ അദ്ദേഹം ശ്രമിച്ചു. പലരും നഷ്ടം വരുമ്പോൾ ഓഹരി വിപണിയെ പഴി പറയാറുണ്ട്. അദ്ദേഹം ഒരിക്കലും വിപണിയെ പഴി പറഞ്ഞിട്ടില്ല. വിപണിക്ക് ശരി തെറ്റുകളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വിപണി അതിൻ്റെതായ വഴിക്ക് നീങ്ങുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. വിപണിയുടെ സഞ്ചാരപാതകൾ ഇടപെട്ടുകൊണ്ട് നേട്ടം കൈവരിക്കുകയാണ് ഒരു നിക്ഷേപകൻ ചെയ്യേണ്ടത്. നേട്ടം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്ന വ്യക്തികൾക്ക് നഷ്ടം വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേൽ ചുമത്താൻ പറ്റില്ല. അത് സ്വയം എടുക്കണം. നഷ്ടത്തിൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം എന്നാണ് ചിന്തിക്കേണ്ടത്. അതായത് നമ്മളിൽ പലരും നമ്മൾ കണ്ടിട്ടില്ല, നഷ്ടം വരുമ്പോൾ വിപണിയെ കുറ്റം പറയും, നേട്ടം വരുമ്പോൾ നമ്മൾ വലിയ ആളാണെന്നുള്ള ചിന്തകളിലാണ് പോകുക. ഭൂരിപക്ഷം നിക്ഷേപകരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വിപണിയിൽ നിന്ന് നമുക്ക് നേട്ടം ഉണ്ടായി, വിപണിയിൽ നിന്ന് നഷ്ടവും ഉണ്ടാവും. ചിലപ്പോൾ ആ നേട്ടങ്ങളും നഷ്ടങ്ങളും നമ്മുടേതായ തെറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ ശരികൾ കൊണ്ടോ വരുന്നതാണ്. വിപണിയിൽ നമ്മൾ നടത്തുന്ന തെറ്റ് മറച്ചു വെച്ചാൽ വീണ്ടും നഷ്ടമുണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. വിപണിയിലെ പരിചയം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അത് ഒരു അനുകൂല ഘടകമാണ്. അത് ലഭിക്കണമെങ്കിൽ തെറ്റുകൾ വരിക തന്നെ വേണം. അതായത് തെറ്റിൽ നിന്നാണ് ശരികളിലേക്ക് പോവുക. ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ തെറ്റിയെ വിശകലനം ചെയ്തുകൊണ്ട് എവിടെയാണ് തെറ്റ് പറ്റിയത്, എന്തുകൊണ്ടാണ് അത് പറ്റിയതെന്ന് നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ട് എടുത്ത് പഠിച്ചിട്ട് വേണം നമ്മൾ മുന്നിലേക്ക് പോകാനായിട്ട്. തെറ്റ് വരുത്താതെ ഒന്നും പഠിക്കാനാവില്ല. വിപണി ഡൈനാമിക്കാണ്. അപ്പോൾ നല്ല നിക്ഷേപകനും ഒരു ഡൈനാമിക് ആയിരിക്കണം എന്നതായിരുന്നു രാകേഷ് ജുൻചുൻവാല പറയുന്ന മറ്റൊരു തത്വം. ചലനാത്മകമായ വിപണിയെ മനസ്സിലാക്കാൻ ചടുലമായ മനസ്സുണ്ടാവണം. ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ളവരാണ് നല്ല നിക്ഷേപകരാകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് നല്ല റിട്ടേൺ നൽകുമ്പോൾ വ്യക്തികൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായി മാറണം എന്ന് അദ്ദേഹം എല്ലാ നിക്ഷേപകരെയും ഓർമ്മപ്പെടുത്തുന്നു. ഓഹരിയിൽ നിന്ന് നേടുവാനാകുന്ന ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിക്ഷേപങ്ങൾ കോടികളായി മാറുന്ന ഒരു വിഷൻ നമുക്കുണ്ടാകണമെന്ന് അദ്ദേഹം പറയുന്നു. വിപണിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഓഹരികളിൽ നിക്ഷേപിക്കുക എന്നത് മാത്രമല്ല കാര്യം, അത് ശരിയായ സമയത്ത് ചെയ്യുക എന്നതുകൂടിയാണ്. നല്ല ഓഹരികൾ കണ്ടെത്തുക എന്നത് അല്പം റിസർച്ച് ചെയ്യേണ്ട കാര്യമാണ്. നല്ല റിസർച്ച് നടത്താൻ തയ്യാറുള്ള ആർക്കും സാധ്യമാകുന്ന കാര്യവും ആണ്. എന്നാൽ നല്ല ഓഹരികളിൽ കൃത്യസമയത്ത് നിക്ഷേപിക്കുന്നതിലാണ് കാര്യം. നല്ല ഓഹരികൾ ആണെങ്കിലും തെറ്റായ സമയത്താണ് അവയിൽ നിക്ഷേപിക്കുന്നത് എങ്കിൽ അവയിൽ നഷ്ടം വരും. ജുൻചുൻവാല നിരവധി മൾട്ടിബാഗർ ഓഹരികൾ സ്വന്തമാക്കിയ പ്രതിഭയാണ്. കൃത്യമായ റിസർച്ചിന് ശേഷം ക്രിസിൽ, ടൈറ്റാൻ തുടങ്ങിയ കമ്പനികളെ അദ്ദേഹം നടത്തിയ തൻ്റെ നിക്ഷേപം തുച്ഛമായ തുകയാണ്. ഈ ഓഹരികൾ അദ്ദേഹം വാങ്ങിയത് ഇവയെല്ലാം അദ്ദേഹത്തിനു വലിയ നേട്ടം നൽകുകയും ചെയ്യും. കൃത്യസമയത്ത് നിക്ഷേപം ആണ് ഇതിന് അദ്ദേഹത്തെ സഹായിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക വികസനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രധാന ഘടകമാണ് ഇന്ന് ഓഹരി വിപണി. ഇത് അദ്ദേഹം മുൻകൂട്ടി കണ്ടു. ഇന്ത്യയോടൊപ്പം വിപണിയും വളരുമെന്ന ധാരണയാണ് അദ്ദേഹത്തെ തുണച്ചത്. വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയുള്ള താല്പര്യം അദ്ദേഹം നടത്തിയില്ല. താൻ വാങ്ങുന്ന എല്ലാ ഓഹരികളും ഒരിക്കൽ വിൽക്കാൻ വേണ്ടി തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. വിൽക്കുന്ന സമയം വ്യത്യാസപ്പെട്ടിരിക്കുക എന്ന് മാത്രം. അതായത് ഓരോ ഓഹരികൾ മേടിക്കുന്നത് നമ്മൾ വിൽക്കാൻ വേണ്ടിയില്ല, പക്ഷെ എല്ലാ സമയത്തും വിൽക്കണമെന്നില്ല. അത് വിൽക്കുന്ന സമയം ചിലപ്പോൾ വ്യത്യാസപ്പെടാം. ചിലത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ലാഭമെടുത്ത് വിൽക്കുന്നു, മറ്റതുള്ളത് ചിലപ്പോൾ ദീർഘനാളം വരെയും നമ്മൾ കയ്യിൽ വെക്കേണ്ടതായിട്ട് വരും ലാഭം കിട്ടാനായിട്ട്. എങ്കിലും അത് ലാഭത്തിൽ വിൽക്കും. ചിലത് നമ്മളെ നിഗമനത്തിനെതിരെ താഴ്ന്നു പോയാൽ അതിൽ നമുക്ക് നഷ്ടം വരാനും സാധ്യതയുണ്ട്. അത് അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ ഈ നഷ്ടങ്ങൾ. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.